Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അധ്യക്ഷനായ ദൈവത്തിന്റെ സാന്നിധ്യം നാം ആയിരുന്നെടുത്ത് അനുഭവിച്ചറിയുവാനിടയായി തീർന്നെങ്കിൽ അക്കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞതായ ലോകത്ത് ആമേൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിച്ച, നമ്മെ ബലപ്പെടുത്തിയ സർവകൃപാലുവായ ദൈവത്തിന് ആമേൻ നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമുണ്ട്, ദൈവിക സന്തോഷമുണ്ട്. കർത്താവ് മഹത്വപ്പെടുത്തുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഉയരത്തിൽ അഭിഷേകത്തെ നിറയ്ക്കുവാൻ ശക്തരായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി കഴിഞ്ഞ രാത്രി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ച് ഈ സന്ധ്യ സമയം വരെയും ഈ രാത്രി വരെയും അവിടുത്തെ ചിറകിന്റെ കീഴിൽ ഞങ്ങളെ സൂക്ഷിച്ച, ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, കരുണയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകലിലും ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നൽകി ആമേൻ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമാകുകയാ. അപ്പന്റെ പാദപീഠത്തിൽ തലകളെ വണക്കിയിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം തലകളെ വണക്കിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിപ്പാൻ ഉയരത്തിലെ കൃപാടിയെന്ന് നൽകിയാട്ട് വചനം കേൾക്കുന്നവരാൽ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവർ നിറയുവാൻ ഇടയാകണം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ, തലമുറകളെ ദൈവിക വാർത്തത്വത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വിടാതെന്ന് അവൻ അവരെ തടയുന്ന അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പൈശാചിക ശക്തി അവൻ കൊണ്ടുവരുന്ന സകല പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ ഇടത്തിന് അഭിഷേകത്താൽ ഇന്ന് രാത്രി നിറവേറ്റുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ പരിശുദ്ധാത്മാവ് ദൈവം കൂടിയിരിക്കുന്നു. അവിടെ ഞങ്ങളോട് കൃത്യമായി ഇടപെടണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ വരും ദിവസങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഉണർവിൽ വരമേൽപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാദാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. Yeah.
നന്മകൾ കാണിക്കുവാൻ തിരുവാതിലുകൾ ദേശമെല്ലാം ഉണരുവാൻ തക്കോണം ഇടയാകേണ്ടതിനാൽ ഹല്ലേലൂയ യേശുവിനെ ഉയർത്തുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ, മഹിമപ്പെടുവാൻ തക്കോണം ഇടയാക്കി രാത്രിയിലും സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ ഉയർത്തുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ദൈവവചന ശുശ്രൂഷയുമായി ഈ ലൈവിൽ ആയിരിക്കാൻ സ്വർഗത്തിന് വലിയവനായ ദൈവം എന്നെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നാം ഒരുമിച്ച് ഇന്ന് രാത്രി നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ആമേൻ ദൈവനാമം മഹത്വപ്പെടുമാറ് നമ്മുടെ ശുശ്രൂഷയിലൂടെ, പാട്ടിലൂടെ, പ്രാർത്ഥനയിലൂടെ, അതിന്റെ ത്യാഗത്തിലൂടെ ആമേൻ അനേകർ യേശുവിനെ അറിയുവാൻ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീരുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ആമേൻ 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം. ആമേൻ. ഒരു ചോദ്യത്തോടു കൂടെ ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കട്ടെ. നിങ്ങൾ ഒരു ബഹുമതിയാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഒരു ബഹുമതി ആണോ? ആമേൻ. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. 21-ാം വാക്യം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേല ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ഹല്ലേലൂയ. ഇവയെ വിട്ടകന്ന് ഇന്ന് രാത്രി വിടേണ്ടതിനെ വിട്ടുകൊണ്ട് ഹല്ലേലൂയ തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ഇന്ന് രാത്രി സ്വയം വെടിപ്പാക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ കേൾക്കുന്ന വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിപ്പാൻ സമർപ്പിക്കപ്പെടുന്ന ദൈവ പൈതലിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഹല്ലേലൂയ പാത്രങ്ങൾ
അതെ, വീടുകളിൽ പാത്രം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. ഹല്ലേലൂയ. ആമേൻ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാനായിട്ട് പാത്രം അല്ല, നമുക്ക് ഉപകാരപ്പെടുവാനാ പാത്രം. ഹല്ലേലൂയ. ആമേൻ. പാത്രത്തെ ഉപമിച്ചുകൊണ്ട് തിമോഥെയോസിനോട് പരിശുദ്ധാത്മാവിൽ ആമേൻ അതെ ദൂത് പറയുക, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാർത്തുന്നവൻ. ഹല്ലേലൂയ. എന്തിനെയൊക്കെ വിടണം? ആമേൻ. യൗവന മോഹങ്ങളെ വിട്ടോടി. ഇന്ന് രാത്രി യൗവന മോഹങ്ങളെ, ആമേൻ, പ്രായം 60 കഴിഞ്ഞാലും പ്രായം 90 ആയാലും യൗവനത്തിലെ മോഹം കൊണ്ട് നടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. യൗവനത്തിലെ മോഹം, ആമേൻ, ആ നല്ല പ്രായത്തിൽ ഹല്ലേലൂയ ചോരത്തളപ്പിൽ ഹല്ലേലൂയ ആയിരിക്കുന്നവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് 90 കഴിഞ്ഞവരും ഇന്ന് ലോകത്തിലുണ്ട്. ആമേൻ. കൊലപാതകത്തിന്റെ പിന്നിൽ, പിടിച്ചുപറിയുടെ പിന്നിൽ, പല ആമേൻ ദുഷ്ടപ്രവർത്തികളുടെ പിന്നിലും യൗവനക്കാരുടെ ആമേൻ അതെ ചിരകളിൽ ഓടുന്ന ആ ചോര അല്ലെ എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രായം. ആമേൻ. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തിമോഥെയോസിനോട് പറയുകയാണ്, യൗവന മോഹങ്ങളെ എന്ത് ചെയ്യണം? വിട്ടോടണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ആമേൻ, വിടണം. എന്ത് വിടണം? യൗവന മോഹങ്ങളെ. ആമേൻ. പാരമ്പര്യത്തെയും പിതൃഭാഗ്യത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടെന്ത് ചെയ്യണം? ഇറങ്ങണം. ഹല്ലേലൂയ. തിമോഥെയോസിനോട് പറയുക, തിമോഥെയോസേ, നീ യൗവന മോഹത്തെ എന്ത് ചെയ്യണം? വിട്ടോടണം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവവൈദ്യനിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ നീ പ്രസംഗിക്കുമ്പോൾ, നീ പാടുമ്പോൾ, ആമേൻ, നീ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ, നിന്നിലൂടെ ലോകരക്ഷകനായ യേശു ക്രിസ്തു അനേകർക്ക് വെളിപ്പെട്ടു വരണമെങ്കിൽ, അതെ, പ്രാർത്ഥിക്കുന്ന സ്നേഹിത, ശുശ്രൂഷിക്കുന്ന അഭിഷക്ത, ആമേൻ, എന്നോട് തന്നെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. ഇന്ന് രാത്രി ശ്രോതാവെ, നിന്നോട് ദൈവം ഇടപെടുകയാ. യൗവന മോഹങ്ങളെ എന്ത് ചെയ്യണം? വിട്ട് ഓടണം. ഹല്ലേലൂയ. നീതി, വിശ്വാസം, സ്നേഹം, ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനമായിരിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഒന്ന്, യൗവന മോഹങ്ങളെ വിട്ടോടണം. 2, വിശ്വാസം, സ്നേഹം, ശുദ്ധ ഹൃദയം. ഹല്ലേലൂയ. ചിലർക്ക് വിശ്വാസമുണ്ട്, ഭയങ്കര വിശ്വാസമാണ്. ഹല്ലേലൂയ. ചിലർക്ക് ഭയങ്കര സ്നേഹമാണ്. ആമേൻ. ആമേൻ. ഹൃദയം ശുദ്ധമായിരിക്കത്തില്ല. ഇന്ന് രാത്രി ആമേൻ നീ വിടേണ്ടതിന് വിട്ടെങ്കിലും, നിനക്ക് വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിലും നിന്റെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ, ആമേൻ, നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കത്തില്ല. ആമേൻ. ദൈവം നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കണമെങ്കിൽ നീ വിട്ടത് സത്യമാ. നിനക്ക് വിശ്വാസമുണ്ട്, നിനക്ക് സ്നേഹമുണ്ട്, നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്നവർ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. അങ്ങനെ ആയിരിക്കുന്നവർ എല്ലാവരോടും സമാധാനം ചെയ്യണം, ആചരിക്കണം. ഹല്ലേലൂയ. ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം, ആമേൻ, ചണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കാം. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, ദൈവകൃപയിലായിരിക്കുന്ന അഭിഷക്തനെ, ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം, ആമേൻ, ചണ്ട ജനിപ്പിക്കുന്നു എന്ന് അറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കാം. നിന്റെ വീട്ടിലാകട്ടെ, നീ ആയിരിക്കുന്ന സമൂഹത്തിലാകട്ടെ, ആമേൻ, തർക്കം എന്ത് ജനിപ്പിക്കും? ചണ്ട ജനിപ്പിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ചണ്ട ഇടാതെ എല്ലാവരോടും, ആമേൻ, ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിന്നിലൂടെ യേശു ജീവിക്കുന്നുവെന്ന് ലോകം അറിയണമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് സമർപ്പിക്കപ്പെട്ട മറിയെ പോലെ, ഹല്ലേലൂയ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന, നിത്യതയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന വാത്സല്യ കൂടപ്പറപ്പേ, ശ്രോതാവേ, മാതാവേ, പിതാവേ, ഇന്ന് രാത്രി ചണ്ട ഇടാതെ എല്ലാവരോടും ശാന്തനായി ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. ഹല്ലേലൂയ. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം
നൽകുമോ എന്നും. ഹല്ലേലൂയ. പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കരുണാപാത്രങ്ങളാക്കി മാറ്റിയിരിക്കുന്ന എന്നിലൂടെ നിങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്രേ പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ഉടമസ്ഥന് ഉപയോഗമായ ഒരു മാനപാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. അത് വിശുദ്ധീകരിച്ച് അത് യോഗ്യമായിരുന്നാൽ, ഹല്ലേലൂയ, ആമേൻ, അങ്ങനെയുള്ളവരെ ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. രാത്രി സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരമടിച്ച കർത്താവിനെ മഹത്വം കൊടുത്താട്ട് കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി ഇന്ന് രാത്രി ഓർമ്മിക്കുകയാണ്. ഹല്ലേലൂയ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രക്ഷിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. അവക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ആമേൻ. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ലോക രാജ്യം മുഴുവൻ, ഹല്ലേലൂയ, അർബുദം, ആമേൻ, വ്യാധി, ആമേൻ, അനേകരെ, ആമേൻ, തിന്നുകൊണ്ടിരിക്കുന്നത് പോലെ, ആമേൻ, അതെ, അനേക പ്രസംഗങ്ങൾ, ഹല്ലേലൂയ, അനേക, ആമേൻ, അതെ, ദുരുപദേശങ്ങൾ അനേകരെ അർബുദം പോലെ എന്ത് ചെയ്യാം, ഭക്തിവിരുദ്ധ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ആ വാക്കാർക്ക് അഭക്തി, ആമേൻ, മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലിത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം എന്ത് ചെയ്യുന്നു, മറിച്ചു കളയുന്നു. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ, സ്നാനപ്പെട്ട ദൈവവൈതലെ, ദൈവകൃപയിലായിരിക്കുന്ന അഭിഷക്തനെ, കേൾക്കുന്നവരെ മറിച്ചു കളയത്തക്ക വിധത്തിൽ വചനത്തെ വളച്ചൊടിച്ച് ആമേൻ തെറ്റായ നിലവാരത്തിലേക്ക് ആളുകളെ നയിക്കുന്ന ഹുമനയോസിനെ പോലെ, ആമേൻ, ഫിലത്തോസിനെ പോലെ ഇന്ന് അനേകർ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനല്ല അനീതി വിട്ടുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹുമനയോസിനെ പോലെ, ഫിലോത്തോസിനെ പോലെ അനേകർ എഴുന്നേറ്റ് ഉപദേശപരമായി, ആശയപരമായി വചനത്തെ വളച്ചൊടിച്ച് അനേകരെ തെറ്റായ നിലവാരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായി ദൈവവചനത്തെ പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന അഭിഷക്തന്മാരെ, ശുശ്രൂഷയ്ക്കായി ആമേൻ ദൈവം വിശ്വസ്തനെന്ന് ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസി ദാസന്മാരെ, ആമേൻ, അതെ, വിട്ടുപോരുവീൻ, അവിടെ നിന്നും പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്. അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും ഹുമനയോസിനെ പോലെ, ഫിലോത്തോസിനെ പോലെ അനേകർ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. ഇന്ന് രാത്രി ആമേ തിരിച്ചറിഞ്ഞ് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ലോകത്തിന്റെ അറ്റത്തോളം ആമേ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ അതെ ദൈവം തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്ന ആമേൻ വിശുദ്ധന്മാരായി ജീവിക്കുവാൻ ലഭിച്ചവർ ഇന്ന് രാത്രി ലൈവിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. ബഹുമാനത്തിന്റെ ഒരു പാത്രം എന്നത് പ്രധാനമായും ദൈവമക്കളെന്ന് നമ്മള് ഈ ജീവിതത്തെ, ഹല്ലേലൂയ, സമർപ്പണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഓരോ ദൈവമക്കളെയും ഒരു പാത്രമായി കണക്കാക്കുന്നു. ഹല്ലേലൂയ. പാത്രങ്ങൾ ആമേൻ വിവിധ നിലയിലുണ്ട്, വിവിധ ക്വാളിറ്റിയിലുണ്ട്, വിവിധ മെറ്റീരിയലിലുണ്ട്. ആമേൻ. അതെ,
സ്വർണം, വെള്ളി, മരം, മണ്ണ്, ഹല്ലേലൂയ, ഇങ്ങനെ പല നിലകളിലുള്ള പാത്രങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സൂപ്പർ മാർക്കറ്റ്, അല്ലെ, ഹൈപ്പർ മാർക്കറ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നവർക്കറിയാം പല നിലകളിലുള്ള പാത്രങ്ങൾ ഇരിക്കുന്നത് കാണാം. ഹല്ലേലൂയ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും, ഹല്ലേലൂയ, വെള്ളിയും കൊണ്ടുള്ള അതേ സമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. നാം വായിച്ച ഒരു വാക്യം, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാന പാത്രമായിരിക്കും. ഇന്ന് രാത്രി ഞാനും നിങ്ങൾ എപ്രകാരമായിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മാനപാത്രമാക്കി മെനയുവാൻ അതേ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നല്ല കുശവനായി നമ്മുടെ കർത്താവ്, നമ്മുടെ സിട്ടാവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ലോകത്തിലെ ദൃശ്യമായ സഭയിൽ വിവിധ തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ചിലർ കർത്താവിനുള്ളവർ, അവർ ആരാണെന്ന് കർത്താവിനറിയാം. ഹല്ലേലൂയ. ചില കർത്താവിനുള്ളവരല്ല, അവരെയും കർത്താവിന് നല്ലതുപോലെ അറിയാം. ഇന്ന് രാത്രി ദൈവസഭയുടെ അംഗമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലാണ് എന്ന് വിശ്വസിച്ചായിരിക്കുന്ന താങ്കൾ ഏത് നിലവാരത്തിലാണ്, ഏത് ക്വാളിറ്റിയിലാണെന്ന് കർത്താവിനറിയാം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് ഉപമയിലൂടെ പറയുകയുണ്ടായി. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. പ്രിയമുള്ളവരെ, നീ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ പ്രാർത്ഥിക്കാതെ, നീ ദൈവവചനം വായിക്കേണ്ട സമയത്ത് വായിക്കാതെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ, ഗ്രഹിക്കേണ്ട സമയത്ത് ഗ്രഹിക്കാതെ പോകുന്നത് കൊണ്ട് സാത്താൻ വന്ന് നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തില്, നിന്റെ തലമുറയില് കളവി തെളിച്ചു കൊണ്ടിരിക്കുകയാ. ഞാറ് വളർന്നു കതിരായിപ്പോൾ കളയും കാണായി വന്നു. ഹല്ലേലൂയ. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇന്ന് രാത്രിയിലും ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ വീട്ടിനകത്ത് എങ്ങനെയായി ഈ പ്രശ്നം സംഭവിച്ചത്? നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ തലമുറയില് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാ? നീ നിന്നോട് തന്നെ ചോദിച്ച് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? നീ നിന്റെ ജീവിതം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്തുകൊണ്ടാ നീ നിന്നെ തന്നെ വെറുക്കുന്നത്? നീ നിന്നെ തന്നെ ശപിക്കുന്നത്? നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്നെ നീയാക്കി മാറ്റുവാൻ ശക്തരായ ദൈവത്തെ അറിഞ്ഞ് സ്നാനപ്പെട്ട നീ അതെ കളയും വളരുവാൻ, അതെ പിശാച് കള വിതയ്ക്കുവാൻ അവസരം ഉണ്ടായത് തിരിച്ചറിയണം. നീ ഉറങ്ങിപ്പോയി. നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. ഹല്ലേലൂയ. ആമേൻ. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് ആ കെട്ടുകളായി കൂട്ടിവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കളയും അതേ ഗോതമ്പും തമ്മിൽ വേർതിരിക്കുക. ആമേൻ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് അതെ വിശുദ്ധനും അശുദ്ധനും തമ്മിൽ, മലിനും അശുദ്ധമായ നിർമ്മലമായതും തമ്മിൽ വേർതിരിക്കുന്ന കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി രക്ഷിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാക്കുക. നിന്റെ തലമുറ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിന്റെ കൂടപ്പിറപ്പ് തകർന്നു പോകാതിരിക്കണമെങ്കിൽ, കർത്താവ് നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ നീ എടുക്കപ്പെടണമെങ്കിൽ ഇന്ന് രാത്രി നീ
വിശുദ്ധ ജീവിതം നയിപ്പാൻ ആമേൻ ആഴമേറിയ സമർപ്പണത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതിന് യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്ന് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് വയലിൽ കളകളുടെ ഉപമ തിരിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. ഹല്ലേലൂയ. വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. ഇന്ന് രാത്രി ഒരു നല്ല വിത്തായി ഹല്ലേലൂയ ജീവിക്കുവാൻ, നല്ല വിത്തായി മാറുവാൻ കൃപ ലഭിച്ച ദൈവമക്കളിൽ കരമടിച്ച കർത്താവിനെ മഹത്വം കൊടുത്താട്ട് കള ആമേൻ ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ചത് ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. ആമേൻ കൊയ്യുന്നവർ ദൂതന്മാർ. കളക്കുട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൈവമക്കളെ, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് യൗവന മോഹങ്ങളെ വിട്ട് നീതി, സമാധാനം, അതെ വിശ്വാസം എന്നിവ പിന്തുടരാതെ നീ ലോകക്കാരെ പോലെ ആമേൻ ജീവിക്കുവാൻ നീ തയ്യാറായാൽ നിന്നെ തീയിലിട്ട് ചുട്ടുകളയുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവസഭയുടെ അംഗമായി ഇരിക്കുന്നവരുടെ ഇടയിൽ ഹല്ലേലൂയ മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്ത് നിന്ന്, ദൈവരാജ്യത്തിനകത്ത് നിന്ന് ദൈവമക്കളെ ആരാധനയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രവചനമുണ്ട്, ദർശനമുണ്ട്. വചനം പറയുന്നു, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് ആമേൻ അതെ തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആമേൻ. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇന്ന് രാത്രി പ്രത്യാശ വചനങ്ങളെ കേട്ട് ബലം കൊള്ളുവാൻ ഹല്ലേലൂയ ഓ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിനെ കൊടുത്താട്ട്. പിന്നെ സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതുമായ ഒരു വലയുടെ സാദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാകും. ഹല്ലേലൂയ. ഈ രണ്ട് തരം ആളുകളെ ആമേൻ അതെ ഒരു വീട്ടിലുള്ള രണ്ടു തരം പാത്രങ്ങളോടും ഉപകരണങ്ങളോടും ആമേൻ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായിരിക്കുന്ന തിമോഥെയോസിനോട് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ ഇടയിലും ഈ രണ്ട് ടൈപ്പ് സ്വഭാവമുള്ളവരുണ്ട്. അത് ഫേസ്ബുക്ക് ലൈവിലൂടെ, സൂമിലൂടെ, മറ്റ് മീഡിയയിലൂടെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. ഹല്ലേലൂയ. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആരാ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ന് ചോദിക്കുമോ? ഇന്ന് പകലിൽ നീ ചോദിച്ചില്ലേ? അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആരാ? എന്തിനാ ഇങ്ങനെ ജനിപ്പിച്ചത്? എന്തിനാ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കുന്നത്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ ജീവിതകാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുക, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആരാ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമ്പോ, അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അധികാരമുള്ളവൻ നിന്നെ മെനയുവാൻ, നിന്നെ പണിയുവാൻ, നിന്നെ ശുദ്ധീകരിക്കുവാൻ, നിന്നെ നിർമ്മലനാക്കുവാൻ, നിന്നെ വിശുദ്ധനാക്കി മാറ്റുവാൻ, സ്ഥാപനത്തിന് മുമ്പേ നിന്നെ തെരഞ്ഞെടുത്ത ദൈവം നിന്നെ ശുദ്ധീകരിച്ച് നിർമ്മല മനസാക്ഷിക്ക് ഉടമയാക്കി മാറ്റുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് നടന്നുപോയ മാനവരാശിയെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന
ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അവൻ ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി 2000 വർഷങ്ങൾക്കപ്പുറം, ഹല്ലേലൂയ, 2020 വർഷങ്ങൾക്കപ്പുറം ലോകരക്ഷകനായി യേശു ക്രിസ്തു ജനിച്ചത് നിന്നെ മാനപാത്രമാക്കുവാനാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാൻ, ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മി, ഹല്ലേലൂയ, ഇന്ന് ഞാനും നിങ്ങളും കരുണാപാത്രങ്ങളായി മാറിയിരിക്കുകയാ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്, ഹല്ലേലൂയ, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്, ഹല്ലേലൂയ, എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നോ പ്രിയ അല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അന്യരും പരദേശികളുമായിരുന്ന എന്നെയും നിങ്ങളെയും ആമേൻ ദൈവ മക്കൾ എന്ന പദവി നൽകി ഉയർത്തി മാനിച്ച കരുണാപാത്രങ്ങളാക്കി മാറ്റിയ ആ കർത്താവിന്റെ ആ വലിയ പ്രവൃത്തിയെ ജീവിതത്തിൽ ഇന്ന് പകലിലും അനുഭവിച്ചറിഞ്ഞവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. ആമേൻ. സഭയിലുള്ള ദുരുപദേഷ്ടന്മാരും ആമേൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവരും ഹീനപാത്രങ്ങൾക്ക് തുല്യമാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള വാക്യങ്ങളിൽ ദുരുപദേഷ്ടന്മാരെ കുറിച്ചും ദുഷ്ടതയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതിന്റെ ആവശ്യവും ആമേൻ വെളിപ്പെടുത്തുന്ന ആത്മീയ പ്രചോദനം നൽകുന്ന അനുഗ്രഹീതമായ ആമേൻ നിലയിൽ ആത്മാവിൽ നിയോഗം പ്രാപിച്ച അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ അത് വിവരിക്കുകയാണ്. സഭയിലുള്ള ഒരു ദുരുപദേഷ്ടന്മാരും ദുഷ്ടത പ്രവർത്തിക്കുന്നവരും ഹീനപാത്രങ്ങൾക്ക് തുല്യമാണ്. ദൈവത്തിന്റെ സത്യവിശ്വാസികൾക്ക് അവരുമായി ഒരു ഏർപ്പാടുമില്ല. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. ആമേൻ. മനുഷ്യർ സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും ആമേൻ വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്യക്കാരും അതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാറ്റ്യക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ിരിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇന്ന് രാത്രി അതിന്റെ നടുവിൽ നിന്ന് വിട്ടുപോരുവിൻ. ഹല്ലേലൂയ. ആമേൻ. അശുദ്ധമായതൊന്നും തുടരുത്. ഹല്ലേലൂയ. ആമോസിന്റെ മകനായ യെശയ്യാവിലൂടെ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറഞ്ഞ ദൈവം ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവ പൈതലേ, ഇത് അന്ത്യകാലമാണ്. ഈ ദുർഘട സമയത്ത് മനുഷ്യർ സ്വസ്നേഹികളാ. എവിടെ നോക്കിയാലും സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും പണത്തിന്റെ പുറകെ ആമേൻ ഓടുന്നവര്, പണം സമ്പാദിക്കുവാൻ ആമേൻ വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്തവര്, വെട്ടിപ്പിടിക്കുവാൻ എന്തും ആമേൻ ചെയ്യുവാൻ യാതൊരു കുശലമില്ലാത്തവര്, വമ്പ് പറയുന്നവർ, ആമേൻ അഹങ്കാരികൾ, ദുഷ്ടന്മാർ, അത് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ. ആമേൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ആമേൻ ശ്രോതാവേ, നിന്റെ കുടുംബത്തിലായിരിക്കുന്ന തലമുറകൾ, നിന്റെ മാതാപിതാക്കൾ, ആമേൻ നിന്റെ ചുറ്റുപാടുമുള്ളവർ എപ്രകാരമായിരിക്കുന്നുവെന്ന് നീ ഒന്ന് വീക്ഷിക്കുക. ആമേൻ. നിന്റെ ചുറ്റുപാട് നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ദിവ്യാഗ്രഹികളെ, വമ്പ് പറയുന്നവരെ, അഹങ്കാരികളെ, ദൂഷകന്മാരെ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരെ, നന്ദി കെട്ടവരെ, അശുദ്ധരെ, വാത്സല്യമില്ലാത്തവരെ, ഇണങ്ങാത്തവരെ, ഏക്ഷണിക്കാരെ, അജന്ത്രന്മാരെ, ഉഗ്രന്മാരെ, സൽഗുണദോഷികളെ, ദ്രോഹികളെ, നാട്യക്കാരെ, നിഗളികളുമായി ദൈവപ്രിയ ഇല്ലാത്ത അവൻ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിച്ച് കളയുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാനപാത്രമായിരിക്കണമെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നാം ചെയ്യുവാൻ തയ്യാറാകണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നാം ദോഷത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അപകടാവസ്ഥയിലാണ്. ഇന്ന് രാത്രി അപകടങ്ങൾ പരിഹരിക്കുന്ന റോഡിലൂടെ കടന്നു പോകുന്നവർക്ക്
ആമേൻ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്, ചില സിഗ്നലുകൾ ആമേൻ അത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ യാത്ര അതേ സിഗ്നലുകളെ ശ്രദ്ധിക്കാതെയാണെങ്കിൽ നീ അപകടത്തിൽ ആമേൻ തകരുവാൻ സാധ്യതയുണ്ട്. ഒറ്റക്കളത്തിൽ ഓടുമ്പോൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിനെന്നുള്ള സിഗ്നല് നീ കണ്ടിട്ട് ആമേൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഹല്ലേലൂയ നിലനിർത്താതെ അശുദ്ധനായി ആമേൻ നീ തുടരുന്നുവെങ്കിൽ അതേ ഗോതമ്പ് ആമേൻ കളയും ഒരുമിച്ച് വളരുന്നു. അതിനെ വേർതിരിക്കുന്ന ഒരു സമയമാണ് ആമേൻ നിന്നെ അതേ ആമേൻ അതേ കൂട്ടിക്കെട്ടി തീയിലിട്ട് കത്തിക്കുന്ന ആമേൻ ചാകാത്ത ആ പുഴുവും കെടാത്ത തീയുമുള്ള നിത്യ നരകത്തിൽ നീ എത്തപ്പെടാതിരിക്കുവാൻ, നിത്യമായ രാജ്യത്തിൽ നിത്യകാലം സന്തോഷം സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു പാനപാത്രമായി തീരുവാൻ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ദ്രവമുള്ള വ്യർത്ഥമായത് അമർത്യത്തെയും ധരിക്കണം. ഹല്ലേലൂയ. ആമേൻ. പ്രിയരേ, ഈ പാത്രങ്ങളിൽ ഏതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആമേൻ നിങ്ങൾ എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? കരുണാപാത്രങ്ങളായിട്ടോ അതോ ഹീനപാത്രമായിട്ടോ? ഹല്ലേലൂയ. അപ്പനും അമ്മയ്ക്കും സന്തോഷം കൊടുക്കുന്ന ഒരു മകനായി മകളായി വളരുവാൻ നീ ആഗ്രഹിക്കുന്നു. നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ സർവശക്തനായ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി, ഒരു ദാസനായി, ദാസിയായി, ഒരു ശുശ്രൂഷകനായി ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഹല്ലേലൂയ. ആമേൻ. അതെ, മിക്കവാറും എല്ലാവരും ഈ ലോകത്തിൽ ആമേൻ സ്വർണം കൊണ്ട് ആമേൻ പണിതിരിക്കുന്ന പാത്രം സ്വന്തമാക്കുവാൻ വ്യഗ്രതയിലോടുന്നവരാ. ഹല്ലേലൂയ. കാരണം അത് വലിയേറിയതും മനോഹരവും മോടിയുള്ളതുമാണ്. ഹല്ലേലൂയ. എന്നാലും ദൈവരാജ്യത്തിൽ ഉപയോഗപ്രദമായ ഒരു പാത്രം എന്നത് ഒരാൾ സ്വയം എങ്ങനെ ശിക്ഷണം നൽകുമെന്നും തെറ്റായ ഉപദേശങ്ങൾ, മോഹങ്ങൾ, പാപങ്ങൾ, ആമേൻ ഭക്തിയില്ലായ്മ മുതലായവ ഹല്ലേലൂയ ഇങ്ങനെ ആയിരിക്കുന്നവർ ഹീനപാത്രമാണ്. അതുകൊണ്ട് മാനപാത്രമായി ആമേൻ ദൈവം നിന്നെ പണിതെടുക്കുവാൻ അന്ന് രാത്രി കേൾപ്പിക്കുന്ന വചനം ഉപദേശം നീ സ്വീകരിച്ച് നിന്നെ തന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ, സമർപ്പിക്കുന്നുവെങ്കിൽ ഹീനപാത്രമായ നിന്നെ മാനപാത്രമാക്കി മാറ്റുവാൻ ഉടയവന് കഴിയും. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ ഒഴിഞ്ഞിരിക്കാൻ ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഉമനിയോസും ഫിലോത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം എന്ത് ചെയ്യുക? മറിച്ചു കളയുക. കേൾക്കുന്നവരെ മറിച്ചു കളയത്തക്ക വിധത്തിലുള്ള പ്രവചനങ്ങളും ദർശനങ്ങളും ആലോചനകളും പറഞ്ഞ് അനേകരെ തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വക വാക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അനേക കുടുംബങ്ങളെ, അനേക വ്യക്തികളെ, അനേക യൗവനക്കാരെ, ചെറുപ്പക്കാരെ അർബുദ വ്യാധി പോലെ ആമേൻ തെറ്റായ നിലയിൽ പ്രചരിപ്പിക്കുന്ന ദൈവവചനവും അതേ ദുർവ്യാഖ്യാനങ്ങളും ആമേൻ ഹുമനിയോസും ഫിലോത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നുവെന്ന് ഇന്ന് രാത്രി വെളിപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ സത്യം ഹല്ലേലൂയ ഉൾക്കൊണ്ട് ജീവിപ്പാൻ കൃപ ലഭിച്ചവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചന പ്രകാരം ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അത് തികച്ചും ആമേൻ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ ഈ ലോകത്ത് പരിശുദ്ധാത്മാവ് ദൈവം നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ബോധം വരുത്തി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതെ സഹോദരന്മാരെ, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടിരിപ്പീൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയ ജനത്തോട് പറയുക, എപ്പോഴും സന്തോഷിപ്പീൻ,
സ്നേഹിത, നിനക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ ജന്മത്തെ പഴിച്ച് യോബിനെ പോലെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അതെ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഞാനൊരു കേൾവി മാത്രമേ അവനെ ചലിച്ചതുപോലെ ദൈവഭക്തരായി, നേരുള്ളവനായി, ദോഷം വിട്ടകലുന്നവനായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട യോബിനെ സന്തോഷിക്കുവാൻ അനുവദിച്ച ദൈവം ഇന്ന് രാത്രി വീണു പോയിട്ടുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഇന്ന് രാത്രി ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണാമയനായ ദൈവത്തോട് അടുക്കുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായും നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. ആശ്വസിച്ചു കൊള്ളുവേൻ. ആശ്വസിക്കുവാൻ കഴിയാതെ കണ്ട് കണ്ണുനീരിലും ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇന്ന് രാത്രി അതെ എന്നെ ശ്രമിക്കുന്നെങ്കിൽ, ഈ ലൈവിലൂടെ ഈ ശബ്ദം ശ്രമിക്കുന്നെങ്കിൽ അതെ ആശ്വസിപ്പിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കും. ഏക മനസ്സുള്ളവരാകുവിൻ. അവൻ ഇന്ന് രാത്രി ഭാര്യയും ഭർത്താവും മക്കളും ഒരു മനപ്പെടാൻ തയ്യാറെങ്കിൽ, ഐക്യതയോടായിരിക്കുന്നുവെങ്കിൽ, ഒരു മനപ്പെടുന്നവരുടെ മധ്യേ അതേ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതേ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണമായി ഇടയായിത്തീരും. സമാധാനത്തോടിരിക്കും. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ കർത്താവിനെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി രാജാവായാലും അതെ ലോകത്തിലെ ഏത് മനുഷ്യനായാലും ഹല്ലേലൂയ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകലവും ജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എന്തിനാ വന്ദനം ചെയ്യുന്നത്? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിനും അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ദൈവമക്കളെ, വെറും പ്രസംഗം കൊണ്ട് മാത്രം അല്ല ഞാൻ ആയിരിക്കുന്നത്. ഈ പ്രസംഗം കേൾക്കുന്ന, ഈ പ്രസംഗം കേട്ട് ഷെയർ ചെയ്യുന്നവർ, ഈ പ്രസംഗം കേട്ട് ലൈക്ക് ചെയ്യുന്ന, ഈ പ്രസംഗത്തിലൂടെ കമന്റ് ഇടുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളിൽ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ ആ ദാസനായ എപ്പഫ്രോസിനെ പോലെ ഹല്ലേലൂയ നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് ഇന്ന് രാത്രി എപ്രകാരമാണ് നിൽക്കേണ്ടത്? ദൈവഹിതം സംബന്ധിച്ച ഹല്ലേലൂയ അതേ ക്രിസ്തുവിൽ തികഞ്ഞവനായി അതേ നിർത്തുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നു. ഇന്ന് രാത്രി അപ്രകാരം നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ കൂടപ്പുറപ്പ്, നിങ്ങളുടെ സ്നേഹിതർ, നിങ്ങളുടെ സഹപാഠികൾ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ ഇപ്രകാരമായി തീരുവാൻ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാ. അങ്ങനെ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവർ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഹല്ലേലൂയ. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിമാറാക്കുന്ന ദൈവത്തിന് എന്നേക്കും മഹത്വം. ഹല്ലേലൂയ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. എന്നാൽ നിങ്ങളിൽ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. എന്റെ നിങ്ങളുടെയും ഈ ഭൂമിയിലെ ജീവിതം ഇപ്രകാരമായിരിക്കണം. ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 2-ാം അധ്യായം, അത് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ
അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ദുഷ്ടന്റെ കൂടെ കൂടരുതേ, പാപിയുടെ കൂടെ കൂടരുതേ, പരിഹാസികളുടെ കൂടെ കൂടരുതേ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവ പൈതലെ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം. ഇവിടുത്തെ ഐശ്വര്യ റായിയോ ഇവിടുത്തെ ഫിലിം സ്റ്റാറോ നടക്കുന്നത് പോലെ നടക്കരുത്. ഇവിടുത്തെ വായി നോക്കി ഇവിടുത്തെ തല്ലുകൊള്ളി നടക്കുന്നത് പോലെ എന്ത് ചെയ്യരുത്, നടക്കരുത്. എന്നിലെന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നിലെന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ എന്ത് ചെയ്യുന്നില്ല, നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതും ഇല്ല. പലരും പറയാറുണ്ട്, എന്റെ അപ്പനോടും അമ്മയോടും ഞാൻ ഇനി പിണങ്ങത്തില്ല, ദോഷമായിട്ടൊന്നും ചെയ്യും. ഈ പറച്ചിലല്ലാതെ അവരുടെ ജീവിതത്തിൽ അതുപോലെ എന്ത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെയുള്ളവരോടായി ഞാൻ പറയട്ടെ, ആമേൻ, ജഡത്തിൽ നന്മ എന്ത് ചെയ്യുന്നില്ല, വസിക്കുന്നില്ല എന്ന് അറിയണം. ഹല്ലേലൂയ. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും, അപ്പൊ ജഡത്തിൽ പാപ സ്വഭാവം ആമേൻ ഉരിഞ്ഞു കളയാത്തിടത്തോളം കാലം ആമേൻ നീ എത്ര നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് ചെയ്തു കഴിയുമ്പോൾ തിന്മയായിട്ട് എന്ത് ചെയ്യാ, ഭവിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അപവൃത്തിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുകയാണ്. ഈ ജഡപ്രകാരം ഞാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ പലരും പലതിലും തെറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. എന്തിന്? നാം തന്നെ തെറ്റിപ്പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പൈശാചിക പ്രവർത്തികൾ നമുക്കെതിരെ ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കുവാൻ, നേരോടെ ജീവിക്കുവാൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുവാൻ ആഴമേറിയ സമർപ്പിക്കുന്നവരുടെ മേൽ പ്രധാന സ്ഥാനം നൽകി ചെറുത്ത് നിൽക്കുകയും ആമേൻ പ്രതികാരം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രമാണത്തിലോ അതോ സ്വയത്തെ നിഷേധിച്ച് ദൈവരാജ്യത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന പ്രമാണത്തിനോ, ഏത് പ്രമാണത്തിനാണ് നിന്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത്? സ്വയമോ അതോ ദൈവത്തിനോ? ഹല്ലേലൂയ. ഞാൻ ആരും എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. നീ സ്വയത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. ഏത് ചട്ടങ്ങളാണ് നാം അനുസരിക്കേണ്ടത്? ഹല്ലേലൂയ. സ്വയത്തിന് പ്രധാന സ്ഥാനം നൽകി ചേർത്ത് നിൽക്കുകയോ പ്രതികാരം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന പ്രമാണത്തിലാണോ അതോ സ്വയത്തെ നിഷേധിച്ച് ദൈവരാജ്യത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന പ്രമാണത്തിലാണോ? യേശു കർത്താവ് ഈ ഭൂമിയിൽ ഗിരിപ്രഭാഷണത്തിലൂടെ ആമേൻ ഈ വിഷയത്തെ ആമേൻ തന്റെ ജനത്തോട് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ആമേൻ നാം ഉപേക്ഷിച്ച് ഹല്ലേലൂയ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെടണം. സ്വയത്തെ പ്രീതിപ്പെടുത്തുന്നതൊന്നും ചെയ്യാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ളതെല്ലാം ചെയ്യുക എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ സ്വയം പ്രീതിപ്പെടുത്തുന്നതിനെ എല്ലാം ഉപേക്ഷിക്കണം. അത് ചെയ്യാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ളതെല്ലാം ചെയ്യണം. അതിനുവേണ്ടി സത്യ വേദ പുസ്തകം എന്ത് നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് പഠിക്കാനും ഗ്രഹിക്കുവാനും അത് മനസ്സിലാക്കി ജീവിപ്പാനും തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. ആമേൻ. പ്രഭാഷണം
അതിൻ്റെതായ ശ്രേഷ്ഠമായ നിലയിൽ പാലിക്കുവാൻ ശ്രേഷ്ഠമായ ആത്മീയ ലക്ഷ്യവും ശ്രേഷ്ഠമായ പ്രാവർത്തിക ശക്തിയും അത് ഉള്ളതാണെന്ന് ആ ഉപദേശത്തിലൂടെ ആ പ്രഭാഷണത്തിലൂടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നമുക്കത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഏക കാര്യം എന്താണെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-24 വാക്യം വേഗം വായിച്ചാലോ. ഞാനും നിങ്ങളും കെടുന്ന ബീജത്താലല്ല കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ചവരാണല്ലോ. അതുകൊണ്ട് വീണ്ടും ജനിക്കുമ്പോൾ ഹല്ലേലൂയ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്, നാം സമർപ്പിക്കപ്പെടേണ്ടവരാണ്. 14-23-24 യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനെ കൂടെ വാസം ചെയ്തു. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്നുത്തരം പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്നത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിൻ്റെതാ. നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരാ. അതിനാൽ മുകളിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞാൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന നാം വായിച്ചു കൊണ്ടിരിക്കുന്ന നാളിതുവരെ നാം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ നിങ്ങളുടെ ആ വചനത്തിൽ വേരൂന്നി ജീവിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കപ്പെട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയെ പോലെ ഹല്ലേലൂയ അതെ ആ വിളിക്ക് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങളുടെ മനസ്സ് സമർപ്പിക്കപ്പെടുമ്പോൾ കർത്താവിനുള്ള ബഹുമാന പാത്രമായി ഞാൻ നിങ്ങൾ മാറ്റപ്പെടും. ഇന്ന് രാത്രി അപ്രകാരം സമർപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഇങ്ങനെ പ്രസംഗിച്ചു. അതേ യേശു തന്റെ ദൈവപുത്രൻ എന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. ഈ യേശു ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് പത്രോസിന് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത് ആ വെളിപ്പാട് പ്രാപിച്ചിരിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 20, 21, 22 വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ യേശുവിനെ കണ്ട് യേശുവിനെ വിശ്വസിച്ച് യേശു ദൈവപുത്രൻ എന്ന് തെളിയിച്ച് പ്രസംഗിക്കുന്ന അതേ യാത്രയെ നമുക്ക് കാണുവാൻ കഴിയും. കേട്ടവരെല്ലാം വിസ്മയിച്ചു. യെരൂശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നതെന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ഇന്നലകളിൽ പ്രയോജനമല്ലാതെ ഇരുളിൽ തപ്പിത്തടഞ്ഞ നിന്നെ, അന്ധകാരത്തിൽ കിടന്ന നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോറ്റിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്ത സ്വർഗത്തിലെ ദൈവം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയെ വിളിച്ച് വേർതിരിച്ച നാള് മുതൽ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ അവനെതിരെ കുറ്റം പറയുന്ന കേട്ടവരെല്ലാം വിസ്മയിക്കത്തക്ക വിധത്തിൽ യെരൂശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? അത് നിന്നെ നോക്കി പലരും പറയുക, ഇന്നലെ നിന്റെ സ്വഭാവം കണ്ടവർ പറയുക, എന്നാൽ ആൾ മാറിയവരെ പോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേർതിരിക്കപ്പെട്ട പൗലോസിനെ നോക്കി പറഞ്ഞതുപോലെ ഇന്നും നിന്നെ നോക്കി പറയുന്നവരുടെ മുമ്പാകെ അത് നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി
വെളിപ്പെടുത്തുവാൻ, ശബ്ദമുയർത്തുന്നവരെ മിണ്ടാതാക്കി ക്രൂശിന്റെ വചനം ശക്തിയോടെ പ്രസംഗിക്കുവാൻ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന അഭിഷക്തനെ, നിനക്കെതിരെ ഉയർന്നു പൊങ്ങുന്ന തിരമാലകളെ കണ്ട് ഭയപ്പെട്ടിരിക്കുവാനല്ല, ഉയരത്തിൽ അഭിഷേകത്താൽ ദൈവം നിന്നെ നിറച്ചിരിക്കുന്നത്. ഓ, ഗമാലിയലിന്റെ കീഴിൽ ന്യായപ്രമാണം പഠിപ്പിച്ചപ്പോൾ അതിൽ നിന്നും അന്ന് മനസ്സിലാക്കിയതിനേക്കാൾ ഉന്നതമായ പാഠങ്ങൾ പരിശുദ്ധാത്മാവിൻ നിറവിനാൽ പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയെ നയിച്ചതുപോലെ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന നിന്നെ ബുദ്ധി കൊണ്ട് പഠിച്ചതല്ല, ആത്മാവിൽ ചിലത് പഠിച്ച് ചിലത് മിണ്ടാതാക്കി അന്ധകാര മണ്ഡലങ്ങളെ പിടിച്ചടക്കി അവൻ ചിലരെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ, ഉയരത്തിൽ അഭിഷേകത്താൽ വിളികെട്ട് ഇറങ്ങി തിരിച്ച് നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തരാണ്. ഹീനപാത്രത്തെ മാനപാത്രമാക്കി മാറ്റുന്ന, കരുണാപാത്രമാക്കി മാറ്റുന്ന ഉയരത്തിലെ ദൈവം തന്റെ പുത്രനിലൂടെ നിന്നെ വിളിച്ച് അവിടുത്തെ ആത്മാവിന് നിന്നെ നിറച്ച് ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് നീ ഹീനപാത്രമാകാനല്ല, നീ തകർന്നു പോകാനല്ല, നീ മാനപാത്രമായി കരുണാപാത്രമായി അനേകർക്ക് ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുടെ നിലയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ശക്തരായവർ നിന്നെ വിളിച്ചിറക്കിയ നാള് മുതൽ ഇന്ന് വരെ നിന്നെ നയിച്ച വിധങ്ങളെ ഓർത്താൽ നിനക്ക് എങ്ങനെ മൗനമായി ഇരിപ്പാൻ കഴിയും? ഇന്ന് രാത്രി ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്, ഞാൻ കിൽക്കിയിലെ തർസസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം അത് സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസഭയിൽ എരിവുള്ളവനായിരുന്നു. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചു കെട്ടി തടവിലേൽപ്പിച്ച് ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചു വന്നു. അവൻ ഇന്നലകളിൽ അവനെ നയിച്ച ആ കാര്യങ്ങളെ അവൻ ഓർത്ത് ദൈവം അവനെ മാറ്റി രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരുടെ സഹോദരന്മാർക്കായി എടുത്തു വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചു കെട്ടി ദണ്ഡനത്തിനായി യെരൂശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിന് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് എന്നോട് പറയുന്ന ശബ്ദം കേട്ടു. ഇന്ന് രാത്രി ചില കാതുകളിൽ ദൈവ ശബ്ദം കേൾക്കുവാൻ പോകുകയാ. നാളിതുവരെ നീ ദൈവ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ നിന്റെ യാത്രയെ യഥാർത്ഥമായി ദൈവപ്രസാദത്തിന് സഞ്ചരിക്കുന്ന യാത്രയാക്കി മാറ്റുവാൻ ആൾ മാറിയവനെ പോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു അഭിഷക്തനാക്കി മാറ്റുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് കൊണ്ട് നാളിതുവരെ നീ കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി വരും ദിവസങ്ങളിൽ ദൈവ ശബ്ദം കേട്ട് നീ മാറിയവനായി ദൈവ വേലയിൽ പ്രയോജനപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവം നിന്നെ സന്ദർശിക്കുന്ന രാത്രി, ദൈവം നിന്നെ വിളിക്കുന്ന രാത്രി. ദൈവ ശബ്ദം കേട്ട് അവൻ വീണ് കിടക്കുകയാ. ഞാൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് പറയുന്ന ശബ്ദം കേട്ടു. ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നിന്നോട് ഇടപെടുകയാ. കർത്താവേ, നീ ആരെന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രനായ യേശു ആകുന്നു ഞാനെന്ന് അത്യന്തം എരിവേറി എന്റെ കൊണ്ടുവന്ന തിമോഥെയോസിനെ ഉറപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എന്റെ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി. ഇന്ന് രാത്രിയിലും പാരമ്പര്യം പറഞ്ഞ് സമയം കളയരുതേ. എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. ഹല്ലേലൂയ. അതെ, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ആമേൻ. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നെ വെളിപ്പെടുത്തുവാൻ സാധിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയോ ദമസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നിന്നെ വിളിക്കുമ്പോൾ, ദൈവ ശബ്ദം നീ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, നീ മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കാനോടാതെ
നിങ്ങൾക്ക് മുന്നമേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകാതെ നേരെ അറബിയിലേക്ക് പോകുകയും ദമസ്കസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവിനെ കണ്ട ദർശന നിമിത്തം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നിമിത്തം, ഹല്ലേലൂയ, ഗമാലിയേലിലുള്ള ഗമാലിയേലിന്റെ പാഠശാലയിൽ ഇരുന്ന് ദൈവവചനം പഠിച്ചപ്പോൾ കിട്ടിയത് അല്ലാതെ, ഹല്ലേലൂയ, അതിനപ്പുറമായി താൻ നേടിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന മർമ്മങ്ങളെ പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല നീ പ്രസംഗിക്കുന്നത്, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാപിക്കുന്നത് അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ യേശു ദൈവപുത്രനെന്ന് തെളിയിച്ചുകൊണ്ട് ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷ്യം വഹിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ, കൂടപ്പുറപ്പെ, ഇന്ന് രാത്രി യേശു ദൈവപുത്രനെന്ന് തെളിയിക്കുവാൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നയിച്ച ദൈവം ഇന്ന് രാത്രി നമ്മെ നിറയ്ക്കുവാൻ ശക്തരാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അസോസിയേഷൻ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. കർത്താവുമായി ഗൗരവമായി, ഹല്ലേലൂയ, ആമേൻ, ഒരു ബന്ധം, ഹല്ലേലൂയ, തിരഞ്ഞെടുക്കുക. ദൈവവുമായിട്ടുള്ള നല്ല കൂട്ടായ്മ ബന്ധം പുലർത്തുന്നവരുമായിട്ടുള്ള, ആമേൻ, കൂട്ടുകെട്ടുണ്ടാക്കുക. അതുവഴി നിങ്ങൾക്ക് അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാൻ കഴിയും. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും യേശു ക്രിസ്തുവിൽ അധികമായി വിശ്വസിക്കുവാനും ഭൂമിയിലെ അവന്റെ നല്ല പ്രവൃത്തിക്കായി അവൻ നമ്മെ ഉപയോഗിക്കുവാനും കഴിയുന്ന ഒരു പാത്രമായി നമ്മെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ സമർപ്പിക്കും? ഹീനപാത്രമായിട്ടല്ല, മാനപാത്രമാക്കി, കരുണാപാത്രമാക്കി എന്നെ നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തരാണ്. ഇന്നലെ ഹീനപാത്രമായിരുന്ന ശൗലിനെ മാനപാത്രമാക്കി പൗലോസാക്കി ഉപയോഗിച്ച ദൈവം, ശ്രോതാവേ, നിന്നെയും ലോകരാജ്യങ്ങളിൽ സുവിശേഷത്തിന്റെ വക്താവായി ഉപയോഗിക്കുവാൻ ദൈവം ശക്തരാണ്. നാം പാടിയതുപോലെ ഇന്ന് രാത്രി, ആമേൻ, ദേശമെല്ലാം ഉണർന്നിടുവാൻ, ദേശമെല്ലാം യേശുവിനെ അറിയുവാൻ പൗലോസിനെ ഉപയോഗിച്ച ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ശക്തരാണ്. ഹല്ലേലൂയ. ഉമനയോസിനെ പോലെ, ആമേൻ, അതേ ആമേൻ, വചനത്തെ കൂട്ടിമറിച്ച് അനേകരെ, ആമേൻ, നിത്യനാശത്തിലേക്ക് നയിക്കാതെ നിത്യജീവൻ അവകാശിയായി മാറ്റുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അതെ പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച പൗലോസ്ലീഹയെ പോലെ ബുദ്ധിയുടെ പ്രമാണത്തിലല്ല, ആമേൻ, അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്ത, ആമേൻ, പൗലോസ്ലീഹയെ പോലെ ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ മുഴങ്ങാൽ മടക്കാൻ ഇന്ന് രാത്രി ഒരു കരുണാപാത്രമായി, ഒരു മാനപാത്രമാക്കി എന്നെ മാറ്റണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ കുടുംബത്തിലേക്ക് അംഗമാകുവാൻ ഞങ്ങളെ അവിടുത്തെ വചനത്തിലൂടെ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ വിളിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്, ആമേൻ, ഈ ഭൂമിയിലായിരുന്ന ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചത് എന്നുള്ള സത്യം ഇന്ന് രാത്രി അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ഒരിക്കൽ കൂടെ കേൾപ്പിച്ച് ഉറപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, ഹീനപാത്രമായിരുന്ന ഞങ്ങളെ മാനപാത്രമാക്കി കരുണാപാത്രമാക്കി മാറ്റിയതിനായി നന്ദി. ഭക്തികെട്ട കാര്യങ്ങളിൽ നിന്ന്, ആമേൻ, നിരന്തരം, ആമേൻ, വേറിട്ടിരുന്നുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച്, ഹല്ലേലൂയ, എല്ലായ്പ്പോഴും, ആമേൻ, ആ ദൈവിക മഹത്വത്തിൽ, ദൈവിക, ആമേൻ, അതേ ആ മാന്യതയുടെ ആ പാത്രമായി തീരുവാൻ കഴിയത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി, ആമേൻ, യേശുവിന്റെ നാമത്തിൽ, ആമേൻ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം മടങ്ങുന്ന യേശുവിന്റെ പാദപീഠത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുക. അവിടുത്തെ സ്ഥലപ്രവൃത്തികൾ നിറവേറ്റുന്നത് കർത്താവേ, അവിടുത്തെ പ്രസാദകരമായ ജീവിതം നയിക്കേണ്ടതിനാണ് ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദമസ്കോസിന്റെ പടിവാതിക്കൽ വീട് കിടന്ന ആ ശൗല പൗലോസായി മാറത്തക്ക വിധത്തിൽ ആഴമേറിയ സമർപ്പണത്തിലേക്ക് എത്തിയതുപോലെ ഇന്ന് രാത്രി പ്രയോജനപ്പെടേണ്ട വ്യക്തി ജീവിതങ്ങളെ ഹീനപാത്രമാക്കിക്കൊണ്ട് ജന്മത്തെ പോലും വഴിക്കത്തക്ക വിധത്തിൽ
കണ്ണുനീരിന്റെയും വേദനയുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ പൈശാചിക മണ്ഡലങ്ങൾ അവരെ വലിച്ചിഴച്ച് നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള സത്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കഴിയാതെ അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കുന്ന പൈശാചിക പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ചില തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ചില ഹീനപാത്രമായിരിക്കുന്നവർ മാനപാത്രമായി മാറ്റപ്പെടട്ടെ. കർത്താവേ, ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് രാത്രി ഹാലിൽ ഉടഞ്ഞു പോയ പാത്രത്തെ നീ ആമേൻ പുതുക്കി പണിയണമേ. കർത്താവേ, ഇന്ന് രാത്രി അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട. ആമേൻ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്താട്ട, സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത കൊടുത്താട്ട, സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യം കൊടുത്താട്ട, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്താട്ട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആത്മന്റെ വ്യാപാരത്തിന്റെ ശക്തിയാൽ ജനം നിറയപ്പെടട്ടെ. കർത്താവേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്നുള്ള തിരുവചന പ്രകാരം ഇന്ന് രാത്രി കേൾക്കപ്പെട്ട തിരുവചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കണമേ, നല്ല പാത്രമാക്കി മാറ്റണമേ. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് വിടുതലായി കർത്താവ് ഉപയോഗിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ, ആരും കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. എല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ ഇവിടെ നിന്ന് ദൈവസഭ എടുക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ എടുക്കപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ട് മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. മറക്കരുത്, നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കർത്താവിന്റെ വരവെടുത്തു. കൃപയുടെ വാതിൽ അടയ്ക്കപ്പെടാൻ പോകുകയാണ്. നിത്യ നരകത്തിൽ തലമുറകൾ കൂടപ്പുറപ്പെടാതെ നിത്യരാജ്യത്തിന് അവകാശിയായി മാറുവാൻ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം അവർ കേൾക്കുവാൻ ഇടയാകട്ടെ. ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ദൈവം പ്രതിഫലം നൽകുമല്ലോ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാത്തവർ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നാളെ വെള്ളിയാഴ്ചയാണല്ലോ, 11:30 മണിക്ക് ശേഷം ഉള്ള സമയം തത്സമയ പ്രാർത്ഥനയുമായി സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിൽ അതേ പ്രാർത്ഥനയുമായി കടന്നു വരുന്നതാണ്. നാളെ നിങ്ങൾ ആ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യം 11:30 മണിക്ക് ശേഷം കടന്നു വരിക. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിൽ തത്സമയ പ്രാർത്ഥനയുമായിട്ട് കടന്നു വരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തത്സമയം അറിയിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി അപ്പോഴപ്പോൾ പ്രാർത്ഥിക്കുന്നതും ദൈവം നൽകുന്ന വചനങ്ങൾ, ആലോചനകൾ പങ്കുവെക്കുന്നതുമായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യോബ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.